ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. എത്ര പറഞ്ഞാലും മതിവരാത്ത ഭാഗങ്ങളാണ് നവമസ്കന്ധത്തിലെ അംബരീഷ ചരിതം. വിഷ്ണു ഭഗവാന്റെ അരികിലെ പ്രാർത്ഥനയോടുകൂടി ജീവൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന ദുർവാസാവും അതിനുത്തരം നൽകുന്ന ഭഗവാന്റെ മറുപടി എത്ര ശ്രദ്ധേയമാണ്. ഭക്തന്മാരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരുപാട് സംശയങ്ങളുടെ നിവാരണം കൂടിയാണ് ഈ മറുപടി. ഭക്തനും ഭഗവാനും രണ്ടല്ല, ഒന്നാണ്. മനുഷ്യന് മാത്രമേ ഭഗവാനെ ആരാധിക്കാനും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഭഗവത്മയമായ മനസ്സിനെ സൃഷ്ടിക്കാനും കഴിയുള്ളൂ. ഭഗവത് സൃഷ്ടിയിലെ മറ്റൊരു ജീവനും അത് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സർവശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തനും ഭഗവാനും രണ്ടല്ലെന്നും അതൊന്നാണെന്നും പരമാദ്വയമായ അവസ്ഥയാണെന്നുള്ള കാര്യം നമ്മളാരും വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്നു ഭഗവാൻ, ഉപായം കഥയിഷ്യാമി തവ വിപ്രസൃണുഷതത് അയം ഹി ആത്മാവിചാരസ്തേ യതസ്ത്വം യാതു വൈ ഭവാൻ സാധുഷു പ്രകൃതം തേജ പ്രകർത്തുക്കുരതേ ശിവം. പറയുന്നു, ഹേ ബ്രാഹ്മണ, എന്നെ ശരണം പ്രാപിച്ച അങ്ങയെ ഉപേക്ഷിക്കുന്നതും സമുചിതമല്ലാത്തതിനാൽ ഈ ദുഃഖത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ട് എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നവരെ ആരെയും ഞാൻ കൈവെടിഞ്ഞിട്ടില്ല. നിങ്ങളും എന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്? എൻ്റെ ജീവൻ രക്ഷിക്കണേന്നും പറഞ്ഞാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും ഞാൻ സംരക്ഷിക്കാൻ ബാധ്യനാണ്. നിങ്ങളെ ഉപേക്ഷിക്കുന്നതും സമുചിതമല്ല. എൻ്റെ ഭക്തന്മാരെ മാത്രമല്ല ഞാൻ സംരക്ഷിക്കുന്നത്, എന്നെ ആരൊക്കെ ശരണം പ്രാപിച്ചോ, ഏതൊക്കെ കർമ്മം ചെയ്തിട്ട് ശരണം പ്രാപിച്ചോ അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്നിൽ യാതൊരു ഭേദങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങയെ ഉപേക്ഷിക്കുന്നതും സമുചിതമല്ലാത്തതിനാൽ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ളൊരു ഉപായം അത് മാത്രം അങ്ങയെ ഞാൻ ഉപദേശിക്കാം. വലിയൊരു ദുഃഖമാണ് ദുർവാസാവിനെ പ്രാപിച്ചിരിക്കുന്നത്. ആ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല. എന്താ അത്? തൻ്റെ ജീവൻ തന്നെ ഇപ്പം അംബരീഷൻ്റെ കയ്യിലാണ്. അംബരീഷൻ അയച്ച സുദർശന ചക്രം തൻ്റെ പിന്നാലെയുണ്ട്. ആ അഗ്നി ജ്വലിക്കുന്നത് മുമ്പ് എങ്ങനെങ്കിലും തൻ്റെ ജീവൻ നിലനിർത്തണമെന്നുള്ള ആഗ്രഹമാണ് ദുർവാസാവിനുള്ളത്. അതിനെ ഉപായമായിട്ട് എന്താ ഉപായം? അങ്ങയെ രക്ഷിക്കാനുള്ള ഒരു ഉപായം മനസ്സിരുത്തി ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഭഗവാൻ പറയുകയാണ് ദുർവാസാവിനോട്. വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ച ദുർവാസാവിനോട് ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു, മനസ്സിരുത്തി കേട്ടുകൊള്ളുക. വെറുതെ കേൾക്കരുത്, മനസ്സുകൊണ്ട് വളരെ ചിന്തിച്ചിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപായമല്ലാണ്ട് മറ്റൊരു ഉപായവും ദുർവാസാവേ അങ്ങയുടെ മുമ്പിലില്ല. അതുകൊണ്ട് മനസ്സ് ഏകാഗ്രതയോടുകൂടി ഭയരഹിതമായിട്ട് കേൾക്കണം. കാമം, ക്രോധം, ഭയം, ഇത് മൂന്നെണ്ണം മനസ്സിനെ എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കും. കാമം പറഞ്ഞാലും കുഴപ്പമാണ്, അതിൽ നിന്നാണ് ക്രോധം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് ഭയം ഉണ്ടാകും. അപ്പോൾ എല്ലാത്തിനും കാരണഭൂതമായിരിക്കുന്ന കാമത്തെ വർജിക്കുകയാണ് ഭക്തന്മാരെ സംബന്ധിച്ച് സമുചിതമായ കർമ്മം. ഇവിടെ പറയുക, ഭയരഹിതനായിട്ട് മനസ്സിരുത്തിക്കൊണ്ട് എല്ലാത്തിനും ത്യജിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തെ കേൾക്കണമെന്ന് ഭഗവാൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഒരു ആശ്വാസം ആരുടെ ഉള്ളിൽ വന്നു? ദുർവാസാവിൻ്റെ ഉള്ളിൽ വന്നു. കാര്യം എന്താ? ഭഗവാൻ എന്നെ കൈവിട്ടില്ലല്ലോ, ഉചിതമായ മാർഗം പറയാമെന്ന് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ദുർവാസാവിൻ്റെ ഉള്ളൊന്ന് ശമിച്ചു, ശാന്തമായപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഏതൊരുവനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാണോ ഈ വിധം നീ പ്രവർത്തിച്ചത്? ആരെയാണ് ഉപദ്രവിക്കാൻ ദുർവാസാവ് തീരുമാനിച്ചത്? അംബരീഷനെ. അതുകൊണ്ട് തന്നെ അവനെ ഉദ്ദേശിച്ചാണ് നീ ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ അംബരീഷനെ തന്നെ, എൻ്റെ ഭക്തനെ തന്നെ, എൻ്റെ ഹൃദയം അവനിലും അവൻ്റെ ഹൃദയം എന്നിലും കുടികൊള്ളുന്ന ഭക്തനെ തന്നെ ആശ്രയിച്ചു കൊള്ളുക. എൻ്റെ ഭക്തനെ തന്നെ ആശ്രയിക്കുകയാണ് നിനക്കൊരു പോംവഴിയായിട്ട് ഉള്ളത്. വേറെ ഒന്നുമില്ല മോനെ, വേറെ ഒന്നും ചെയ്യാൻ നിൻ്റെ മുമ്പിലില്ല ദുർവാസാവേ. അല്ലയോ ദുർവാസാവേ, അങ്ങക്ക് ചെയ്യാനുള്ള ഉപായമെന്ന് പറയുന്നത് ഇത് മാത്രമാണ്.
എൻ്റെ ഏകാന്ത ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? അംബരീഷൻ. അവൻ്റെ ഭക്തിയെക്കുറിച്ച് അളക്കാനേ ആവില്ല, അവൻ്റെ ശക്തിയെക്കുറിച്ചും അളക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവന് ഞാൻ എന്ത് നൽകിയത്? എൻ്റെ സുദർശന ചക്രം നൽകിയത്. ഭക്തിയും ശക്തിയും ഒരുമിച്ച് ചേർന്ന വ്യക്തിയാണ് അംബരീഷൻ. അതുകൊണ്ട് തന്നെ അംബരീഷനെ ശരണം പ്രാപിക്കുക അല്ലാണ്ട് ദുർവാസാവ് മഹർഷി ഈ ആപത്തിൽ നിന്ന് സുരക്ഷിതനാകാൻ അങ്ങക്ക് യാതൊരു വഴിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിഷമത്തിലാക്കുന്ന പ്രവൃത്തികളൊന്നും ഇനി മേലാൽ ചെയ്യരുത്. അവനെന്നല്ല, എൻ്റെ ഭക്തന്മാരെ ആരെയും വിഷമത്തിലാക്കുന്ന കർമ്മങ്ങളൊന്നും ചെയ്യരുതെന്ന് വിഷ്ണു ഭഗവാൻ ദുർവാസാവിനോട് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഒരുവിധം ആത്മശാന്തി വരുത്തിയ, ഒരുവിധം സന്തോഷം കൊണ്ട് മതിമറന്ന ദുർവാസാവ് എന്ത് ചെയ്ത് ഭഗവാന് സാഷ്ടാംഗം പ്രണമിച്ചു. അങ്ങയുടെ ഭക്തനെ തന്നെ, എന്തോ ആയിക്കോട്ടെ, അങ്ങയുടെ ഭക്തനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നതായിരിക്കുമെന്ന് ദുർവാസാവ് മഹർഷി പറഞ്ഞു. ഓരോരുത്തരും ആലോചിച്ചു കൊള്ളുക, ഈ ആരുടെ, സാധുജനങ്ങളുടെ, നമ്മൾ സന്യാസിമാരെ കാണുന്നു, അല്ലെങ്കിൽ നല്ല ഭക്തിയുള്ള ആളുകളെ കാണുന്നു, ആരുടെ ആയാലും കാല് പിടിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല, പുണ്യം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ദുർവാസാവെന്ന് പറയുന്ന ഒരു മഹർഷി ഗൃഹസ്ഥനും പരമഭക്തനുമായ മഹാരാജാവുമായ അംബരീഷൻ്റെ കാല് പിടിച്ചത് എന്തുകൊണ്ടാണ്? തൻ്റെ സുരക്ഷിതത്തിനാണെങ്കിൽ യോഗ്യരുടെ കാല് പിടിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല എന്നുള്ളതിന് തെളിവാണ് ദുർവാസാവ് മഹർഷി അംബരീഷൻ്റെ കാല് പിടിച്ചത് എന്നുള്ളത് ഓർക്കുക. അംബരീഷനെ ചെന്ന് നമസ്കരിച്ച് തന്നെ സംരക്ഷിക്കണമെന്ന്, തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തമനാണ് അംബരീഷൻ എന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കർമ്മവും ആരെയും വിഷമത്തിലാക്കുന്നത് ചെയ്യാണ്ടിരിക്കുക ഭക്തർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.